നമസ്കാരം. അവസാനം ഞാൻ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പല ആളുകളും ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് സീസൺ 6ന്റെ റിവ്യൂ ഉണ്ടാവില്ലേ എന്നുള്ളത്. ഉണ്ടാവാതിരിക്കാനായിട്ട് ഒരു വഴിയില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്ലാനുകളൊക്കെ എല്ലാ സമയത്തും നമുക്കുള്ളതാണല്ലോ. ബിഗ് ബോസ് സീസൺ 6ന്റെ കാര്യം അത് കാണാനുള്ള ഒരു ടൈമിങ്ങിന്റെ കാര്യത്തിൽ മാത്രമാണ് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത്. ഇന്നലെയും ഇന്നും ഒക്കെ ഞാൻ ചെറിയ രീതിയിൽ ടെൻഷൻ അടിച്ചു. എങ്ങനെയാണ് ഇത് കാണുക, എപ്പോഴാണ് ഇതിന്റെ റിവ്യൂ ഇടുക, വലിയ കുഴപ്പമില്ലാതെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ നമ്മളങ്ങനെ തുടങ്ങുകയാണ്. ബിഗ് ബോസ് സീസൺ 5ന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ബിഗ് ബോസിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഇല്ലാതെ ഞാൻ കണ്ടു തുടങ്ങിയ ഒരു സീസണാണ്. അതിൻ്റെ കൂടെ റിവ്യൂ കൂടെ ചെയ്യുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു ഗെയിം ഷോ കണ്ടിട്ടില്ല, അതിനെക്കുറിച്ചിട്ട് ഒരു ഐഡിയ ഇല്ല, എന്നിട്ട് പല ഭാഷകളിൽ അതൊക്കെ കണ്ടിട്ടുള്ള ആളുകളുടെ മുൻപിലേക്ക് റിവ്യൂ ആയിട്ട് വരികയാണ്. ഇത്തിരി ഒന്ന് കഷ്ടപ്പെട്ടു, ആദ്യ സമയങ്ങളിൽ ഇത്തിരി ഒന്ന് കഷ്ടപ്പെട്ടു. അതേപോലെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ബിഗ് ബോസ് സീസൺ 6 വരുന്നതിന് മുൻപുള്ള പല ചാനലുകളുടെയും എപ്പിസോഡുകൾ കണ്ട സമയത്ത് എന്തുകൊണ്ട് എനിക്കത് ചെയ്തുകൂടാ എന്നൊക്കെയുള്ള ഒരു തോന്നലുണ്ടായി. വെറും തോന്നലാണ്. അങ്ങനെ ഒരു പരിപാടി എന്നെ കൊണ്ട് നടക്കത്തില്ല എന്നുള്ളത് മനസ്സിലായി. ചെറിയൊരു അപകർഷതാബോധവും അതിനുശേഷം തോന്നിപ്പോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ ഒരു ഇൻഫർമേഷൻ തരാനായിട്ട് ഒരു കുഞ്ഞ് പോലും ഇല്ല. മെയിൻ ചാനലിലെ പല ടോപ്പിക്കും കാണുന്ന സമയത്ത് പല ആളുകളും ചോദിക്കും, വലിയ ടഫായിട്ടുള്ള ടോപ്പിക്കൊക്കെ ആണല്ലോ കൈകാര്യം ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ ഇൻഫർമേഷനൊക്കെ കിട്ടുന്നത്? ഉള്ള കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് എളുപ്പമാണ്. സുഹൃത്തുക്കളിൽ പല ആളുകളും കൂടെ പഠിച്ച ജേർണലിസ്റ്റുകളൊക്കെ ഉണ്ട്. അവർ അവിടെ നിന്ന് കുറേയധികം ഇൻഫർമേഷൻ തരും. അതേപോലെ സംഭവ സ്ഥലത്ത് പരിചയക്കാരെങ്കിലും ഉണ്ടാവും, അവർ ഇൻഫർമേഷൻ തരും. ബിഗ് ബോസ് പോലെയുള്ള ഒരു റിയാലിറ്റി ഷോയെ കുറിച്ചിട്ടൊന്നും പറഞ്ഞു തരാനായിട്ട് പറ്റുന്ന സോഴ്സുകൾ നമുക്കില്ല. പ്രഡിക്ഷൻ ലിസ്റ്റ് വന്നപ്പോഴത്തേന് ഞാൻ പഠിപ്പിച്ച പൂജ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട്, ഇന്റർവ്യൂ ഒക്കെ ചെയ്യുന്ന ഒരു പെൺകുട്ടി. അദ്ദേഹം ബിഗ് ബോസ് സീസൺ 6ലേക്ക് പോകുന്നുണ്ട് എന്നുള്ള ഒരു വാർത്ത കേട്ടു. എന്നാൽ ഓളെ ഒന്ന് വിളിച്ചു ചോദിച്ചാലോ എന്ന് വിചാരിച്ച സമയത്ത് ഞാൻ വിചാരിച്ചു വേണ്ട, എന്തിനാണ് വെറുതെ. അതുകൊണ്ട് ആ ഒരു ഉദ്യമവും ഞാൻ വേണ്ടെന്ന് വെച്ചു. സീസൺ 6ലേക്ക് വരുന്ന സമയത്ത് വലിയ കാര്യമായിട്ടുള്ള പ്രതീക്ഷകളില്ല. കാരണം മുൻപേ ഉള്ള കുറേയധികം സീസൺസോ അല്ലെങ്കിൽ അന്യഭാഷ ബിഗ് ബോസോ ഒന്നും കണ്ടിട്ടില്ല. സീസൺ 6 സീസൺ 5നേക്കാളും ബെറ്റർ ആയിരിക്കുമെന്ന് ഉള്ള ഒരു പ്രതീക്ഷ ഏതായാലും ഉണ്ട്. സീസൺ 5 ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു സീസൺ ആയിരുന്നു എന്നുണ്ടെങ്കിലും എനിക്ക് മനസ്സിലായ ഒരു സംഗതിയുണ്ട്. ഒരു ബിഗ് ബോസ് ഗെയിമിനകത്ത് എന്തൊക്കെ സാധനം ആഡ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ സീസൺ 5നകത്ത് കൊണ്ടുവന്ന് എങ്ങനെയെങ്കിലുമൊക്കെ കയറാനായിട്ട് ആളുകൾ ശ്രമിച്ചിരുന്നു. അതിൽ നമ്മൾ റിവ്യൂ അപ്ലോഡ് ചെയ്യുന്ന എപ്പിസോഡിന്റെ വ്യൂവേഴ്സിന്റെ ഒരു ഗ്രാഫ് ഇങ്ങനെ ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ നോക്കുമല്ലോ. ഇടയ്ക്കൊക്കെ ആയപ്പോഴത്തേനുണ്ടല്ലോ ആൾക്കാർ അങ്ങോട്ട് ചടച്ചുപോയി, കാണാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. എനിക്കും ഈ റിവ്യൂ ഇടണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ചില ദിവസങ്ങളൊക്കെ ഞാൻ കണ്ടത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചില ദിവസം മട്ടി പിടിച്ച് എന്തൊരു ബോറായിരുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് ചില ആളുകളൊക്കെ ചോദിക്കുകയുണ്ടായി, നീ ഇത്ര വിഷമിച്ച് എന്തിനാണ് ഇത് കാണുന്നത് എന്നുള്ളത്. അത് ആ ഒരു അവസ്ഥയിലേക്ക് വരെ പോയിരുന്നു. അഖിൽ മാരാർ എന്ന ഒറ്റ വ്യക്തിയെ ഫോക്കസ് ചെയ്തിട്ടാണ് അവസാനം ഗെയിം മുഴുവൻ പോയത്. ഒരു പകുതിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് എല്ലാ ആളുകൾക്കും മനസ്സിലായി. നമുക്ക് മനസ്സിലായത് പോട്ടെ, ആ ഒരു ഗെയിം കളിക്കുന്ന ആളുകൾക്ക് തന്നെ മനസ്സിലായി ആരാണ് വിന്നർ എന്നുള്ളത്. പിന്നീട് വിന്നറിന്റെ ചുറ്റിനും എങ്ങനെ നടക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ആലോചനയും പുറത്തിറങ്ങുന്ന സമയത്ത് എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള അങ്കലാപ്പും മാത്രമായിരുന്നു അവിടെ കാണാനായിട്ടുണ്ടായിരുന്നത്. അതേപോലെ അഖിൽ മാരാർ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഗെയിം ചേഞ്ചിങ് മുഹൂർത്തം എന്ന് എനിക്ക് തോന്നിയത്. അദ്ദേഹത്തിന് എവിടെ നിന്നോ കുറച്ച് ഹിന്റും കാര്യങ്ങളൊക്കെ കിട്ടി. അയാൾ അത് നൈസായിട്ട് ഇവിടെ കൊണ്ടങ്ങോട്ട് അപ്ലൈ ചെയ്തു. എല്ലാ ആൾക്കാരും അങ്കലാപ്പിലേക്ക് പോയി. ജുനീസ് ആദ്യഘട്ടത്തിൽ ഒന്ന് ശ്രമിച്ചു എന്ന് എനിക്ക് തോന്നുന്നു ഒത്തുപോകാൻ വേണ്ടി. പിന്നീട് അത് നടന്നില്ല. പിന്നെ മൊത്തത്തിൽ ഒരു സൗഹൃദ മത്സരമാണ് അവിടെ നടന്നത്. ശരിക്കും ബിഗ് ബോസ് പോലെയുള്ള ഒരു ഗെയിമിൽ നിന്ന് ആളുകൾ അതല്ല പ്രതീക്ഷിക്കുന്നത് എന്ന് എനിക്ക് നന്നായി മനസ്സിലായി. കാരണം കമന്റ് ബോക്സ് ഒക്കെ വായിക്കുന്നുണ്ടല്ലോ. ഞാൻ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് ഓക്കെ ഇതായിരിക്കും ബിഗ് ബോസ് എന്നുള്ള ഒരു ചിന്തയിലേക്ക് പോയി. അതേപോലെ ഗെയിം തുടർച്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പല ആളുകളും പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, ഹിന്ദിയിൽ ഇങ്ങനെ ഒരു പരിപാടി നടത്തിയിട്ടുണ്ട്, അതേപോലെ തന്നെ തമിഴിൽ ഇങ്ങനെ ഒരു പരിപാടി നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇതിങ്ങനെ കേൾക്കുന്ന സമയത്ത് ഇത് എന്തായിരിക്കും എന്ന് അറിയാൻ ആകാംക്ഷ ഉണ്ടായിരുന്നു. എന്നാൽ സീസൺ 5 ഇതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ ചലഞ്ചേഴ്സ് വരുന്നു. ചലഞ്ചേഴ്സ് ഒക്കെ ഡസൻ കണക്കിന് ചലഞ്ചേഴ്സ് ഒക്കെയാണ് വരുന്നത്. ചലഞ്ചേഴ്സിൽ ചില ആളുകൾ വന്നിട്ടാണ് കുറച്ചെങ്കിലും ഒന്ന് ആ ഒരു എപ്പിസോഡുകളെങ്കിലും നന്നായത്. ആ ഒരു എപ്പിസോഡുകൾ നന്നായി എന്നുള്ളതാണ് ഏറ്റവും വലിയ പരാജയം. ചലഞ്ചേഴ്സ് വന്നിട്ട് അവർ പോയതിനു ശേഷം മറ്റേ ആട് കിടന്നിടത്ത് രോമം പോലും ഇല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയായി. അവർ വന്നതും പോയതും ശരിക്കും ഗെയിമിനെ ബാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഗെയിമിൽ ഒന്നും സംഭവിച്ചിട്ടില്ല അവർ വന്നതുകൊണ്ട്. റോബിൻ രാധാകൃഷ്ണൻ ഇപ്പോഴും ബിഗ് ബോസ് സീസൺ 6 പ്രൊമോ അല്ലെങ്കിൽ ബിഗ് ബോസ് പ്രൊമോ എന്നൊക്കെ അടിക്കുമ്പോഴത്തേന് റോബിന്റെ കഥയാണ് വരുന്നത്. ശരിക്കും റോബിനാണ് ഈ ബിഗ് ബോസിൽ ഇത്രയധികം വലിയൊരു സ്റ്റാർ ആയിട്ട് മാറിയത് എന്ന് എനിക്ക് തോന്നുന്നു. ആരതിപ്പോൾ ഈ റോബിനെ അൺഫോളോ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഒക്കെ കാണുന്നു. നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണ് ഇത് സംഭവം എന്നുള്ളത് അറിയില്ല. ഏതായാലും സീസൺ 6ന്റെ ഒരു പ്രൊമോ ഒന്ന് കണ്ടു നോക്കാം. ആദ്യം വന്ന പ്രൊമോ നോക്കുകയാണ് കേട്ടോ, സെലക്ട് ചെയ്യുന്നൊന്നുമില്ല. 3 days ago. കാവിലത്തുമ്പിൽ കാത്തിരുന്ന പൈതലേ, എന്റെ കാവിലത്തുമ്പിൽ കാത്തിരുന്ന പൈതലേ, നീ വന്നതെന്തിനോ, നീ പോയതെന്തിനോ, നീ വന്നതെന്തിനോ, നീ പോയതെന്തിനോ, നീ വന്നാലും പോയാലും റിവ്യൂ ചെയ്യാൻ ഞാൻ വന്നതിനെ കുറിച്ചിട്ടാണോ ഇയാൾ ഉദ്ദേശിച്ചത്? എന്താണെങ്കിലും കുഴപ്പമില്ല. ആദ്യത്തെ തന്നെ എന്തൊരു ഐരാവതമാണിത്. ഇനി അടുത്തതിലേക്ക് പോയി കഴിഞ്ഞാൽ
BB ലോഞ്ച് ഷൂട്ട് നടക്കുന്നു, എത്ര പേർ വീട്ടിൽ കയറി, കൂടെ പഴയ കണ്ടസ്റ്റൻസും. BB സ്റ്റേജിന്റെ ഫോട്ടോ വൈറൽ. ബിഗ് ബോസ് മല്ലു ടോക്സിലെ രേവതിയാണ്. കൊള്ളാം, അവർക്ക് കുറേയധികം ഇൻഫർമേഷൻസ് കിട്ടാറുണ്ട്. ഞാൻ നൈസായിട്ട് പോയി കേൾക്കാറുണ്ട്. 100% വീട്ടിൽ കയറിയ 18 പേരെ കണ്ടുള്ളൂ. ഫുൾ കണ്ടസ്റ്റന്റ് ലിസ്റ്റ് നമുക്കറിഞ്ഞിട്ട് എന്തിനാണ്, നാളെ കാണാം. ഞാൻ BB അൾട്ടിമേറ്റിൽ ഉണ്ടാവും, പക്ഷേ ജാസ്മിൻ BB വർക്കൗട്ടിന് കാരണം തുറന്നു പറഞ്ഞ ജാസ്മിൻ. അത് 2 മാസം മുൻപുള്ള രവതിയുടെ ഒരു വീഡിയോ ആണ്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ സെർച്ച് ചെയ്തിട്ട് വന്ന വീഡിയോസ് പറഞ്ഞാണ് കേട്ടോ. മത്സരാർത്ഥികളുടെ പേര് ചോർന്നു. ഇതിലും വലിയൊരു കോമഡി വേറെ ഇല്ല കേട്ടോ. ഒന്ന് മാറ്റി പിടിച്ചാലോ എന്നുള്ള പ്രൊമോയിലേക്ക് പോവാം. കളി മാറുകയാണ്, മാറ്റുകയാണ്. കാരണം മാറ്റി പിടിക്കുമ്പോഴല്ലേ കാണാൻ രസം കൂടുന്നത്. ബിഗ് ബോസ് സീസൺ 6 ഒന്ന് മാറ്റി പിടിച്ചാൽ ഇനി എപ്പോഴും കാതിൽ മുഴങ്ങുന്നത്, ഉറങ്ങുമ്പോൾ വരെ മുഴങ്ങുന്നത് അവസാനത്തെ ആ ഒരു മ്യൂസിക് ആയിരിക്കും ബിഗ് ബോസിൻ്റെ. അവസാനം വീട്ടിൽ നിന്നൊക്കെ നല്ല രീതിയിൽ വഴക്ക് കേൾക്കാറുണ്ട്. ഇതൊന്ന് നിർത്തുമോ, ആൾക്കാർക്ക് പ്രാന്തായി പോകുന്നു എന്നുള്ളത്. അതുകൂടാതെ വെറുപ്പിക്കുന്ന ഒരു സംഗതിയുണ്ട്. ഹോട്ട്സ്റ്റാറിൽ വരുന്ന മറ്റേ കഴിഞ്ഞിടയ്ക്ക് ഏതായിരുന്നു ഒരു സിനിമയുടെ പരസ്യം ഉണ്ടായിരുന്നല്ലോ. വീരസിംഹ റെഡ്ഡിയോ, എൻ്റെ പൊന്നോ, അത് കണ്ടു വെറുത്ത് പണ്ടാരടങ്ങിപ്പോയി. ഇതിപ്പം ബിഗ് ബോസ് സീസൺ 6 സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ആലോചിക്കുന്നത്. ബിഗ് ബോസ് സീസൺ 6 ഏത് സിനിമയുടെ പരസ്യമായിരിക്കും ഇടയ്ക്കിടയ്ക്ക് ഇവർ കാണിക്കുക. അന്യായ വെറുപ്പിക്കലാണേ. ആംഗ്രി ബേഡ്സോ അങ്ങനെയുള്ള കുറേ സാധനമൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ. ഈ ഒരു പ്രൊമോ ഭയങ്കര രസമാണ്. ഈ ബിഗ് ബോസ് കാണാൻ തുടങ്ങിയത് പിന്നെയാണ് ലാലേട്ടനോട് ചില സിനിമ കാണുന്ന സമയത്തുള്ള ദേഷ്യത്തിരിത്തിരി കുറവുണ്ടായത്. അദ്ദേഹം ബിഗ് ബോസിൽ വരുന്ന സമയത്ത് കണ്ടോണ്ടിരിക്കാമല്ലോ എന്നുള്ളൊരു ആശ്വാസമാണ്. കഴിഞ്ഞ തവണ ബിഗ് ബോസ് സീസൺ 5 കാണുന്ന സമയത്ത് വീക്കെൻഡ് എപ്പിസോഡുകൾ ഞാൻ കാത്തിരുന്ന എപ്പിസോഡുകളാണ്. ലാലേട്ടൻ വന്നിട്ട് എന്ത് നൈസായിട്ടാണ് ഓരോ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്നത്. പാമരന്മാർ പലതും പാടി നടക്കും. അവർ പറയും ഇങ്ങനെ ലാലേട്ടൻ സ്ക്രിപ്റ്റ് ചെവിക്കട കേട്ടിട്ടാണ് പറയുന്നത്. ഒന്നുമല്ല, അത് കേട്ടിട്ട് പറയണമെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുമോ? എന്ത് നൈസായിട്ടാണ് കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്നത്. അഭിനയിക്കുകയാണെന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ കഴിവല്ലേ. സിനിമകളിൽ നിന്ന് വ്യത്യസ്തനായിട്ടുള്ള, എന്നാൽ ഇൻ്റർവ്യൂവിനൊന്നും അധികം തലവെച്ച് കൊടുക്കാത്ത, വേറെ വേദികളിൽ അധികം വരാത്ത ലാലേട്ടനെ കാണാനായിട്ട് കിട്ടുന്ന ഒരു അവസരം ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് ആണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഇതൊക്കെയാണ് സീസൺ 6 കുറിച്ചിട്ട് പറയുന്ന സമയത്ത് നമുക്ക് വേറെ ഇൻഫർമേഷൻ ഒന്നും കിട്ടാനില്ല. എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരു എക്സ്ക്ലൂസീവ് ഇൻഫർമേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാരും പറഞ്ഞിട്ടുണ്ടാവില്ല എന്ന് ഞാൻ ഉറപ്പിക്കുകയാണ്. ബിഗ് ബോസ് സീസൺ 6 ഫസ്റ്റ് എപ്പിസോഡ് നാളെ എയർ ചെയ്യാൻ വേണ്ടിയുള്ള എപ്പിസോഡ് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എഡിറ്റ് ചെയ്ത് തുടങ്ങിയാൽ അത് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ഒരു ഇൻഫർമേഷൻ മാത്രമേ എനിക്ക് തരാനുള്ളൂ. കാത്തിരിക്കുകയാണ് എന്തായിരിക്കും എന്നുള്ളത് അറിയാൻ വേണ്ടി. എനിക്ക് ഈ സ്പോയിലേഴ്സ് നേരത്തെ കണ്ട് ആസ്വദിക്കുന്ന വലിയ താല്പര്യമുള്ള സംഗതിയല്ല. കഴിഞ്ഞ തവണ തന്നെ ഞാൻ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, ആര് വിക്റ്റാവും, ഇന്നയാൾ വിക്റ്റായി, ഷൂട്ട് നടക്കുന്നു, ഇന്നീ കാര്യങ്ങളൊക്കെ അറിയുന്നത് എനിക്കെന്തോ ഒരു സങ്കടമുള്ളൊരു പരിപാടിയാണ്. വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം അഡ്വാൻസ് ആയിട്ട് പറയുകയാണ്. ബിഗ് ബോസ് സീസൺ 5, 6, 4, 1, 2 ഇതിനകത്ത് വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ നമ്മളെ പോലുള്ള ആൾക്കാരാണ്. ജീവിക്കാൻ വേണ്ടി പല നാടകങ്ങളും പല ഗെയിമുകളും ഒക്കെ എല്ലാ ആൾക്കാരും കളിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ അവിടെ വന്ന് ഒരു ഗെയിം കളിക്കുന്നു, അല്ലെങ്കിൽ പാഷൻ കൊണ്ട് ഗെയിം കളിക്കുന്നു. ഇതൊന്നും നമ്മളെ ഡയറക്റ്റായിട്ട് ബാധിക്കുന്ന ഒരു സംഗതിയായിട്ട് മാറരുത്. നമ്മൾ പല ഗെയിമുകളും കളിക്കാറുണ്ടല്ലോ, എല്ലാം ഒരു ഗെയിം തന്നെ. യാതൊരുവിധ ബെനിഫിറ്റും ഇല്ലാത്ത നിങ്ങളുടെ ആയുസ്സും ആരോഗ്യവും സമയമൊന്നും വെറുതെ ഫാൻ ഫൈറ്റിന് വേണ്ടി മാറ്റി വെക്കരുത് എന്നുള്ള ഒരു അഭ്യർത്ഥനയുണ്ട്. അത് ഗുണപ്പെടില്ലെന്നേ. ഫാൻ ഫൈറ്റുകാരൊക്കെ വിചാരിക്കുന്ന ഒരു സംഗതിയുണ്ട്, ഒരു ഫേക്ക് ഐഡി ഉണ്ടാക്കിയിട്ട് 10 പേരെ അങ്ങോട്ട് തെറി വിളിച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഹീറോ അങ്ങോട്ട് ജയിക്കും, ഞാൻ എന്തോ വലിയ ആളാവും എന്നുള്ളത്. ഇല്ല, ഈ തെറി വിളിക്കുന്ന ആളുടെ തന്നെ മാനസിക ആരോഗ്യത്തെയല്ലേ ഇത് ബാധിക്കുന്നത്. അപ്പോൾ നമ്മളുടെ സമയം, നമ്മളുടെ ആയുസ്, ആരോഗ്യം അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നമ്മളുടെ കയ്യിൽ തന്നെ വെക്കുക. ഇതൊരു എൻ്റർടൈൻമെൻറ്റ് ഷോ ആണ്. ഇതിൽ പങ്കെടുക്കുന്ന ആളുകൾക്കും ബെനിഫിറ്റ് ഉണ്ട്, റിവ്യൂ ചെയ്യുന്ന ആളുകൾക്കും ബെനിഫിറ്റ് ഉണ്ട്. ഇതിനോട് ഒരു ഗെയിം എന്നുള്ള രീതിയിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ ആളുകൾക്കും ബെനിഫിറ്റ് ഉണ്ട്. കാഴ്ചക്കാരൻ ആകെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ എൻ്റർടൈൻമെൻ്റ് ആണ്. അവർ തല്ലുവോ പിടിക്കുകയോ തെറി വിളിക്കുകയോ എന്താണോ നിങ്ങളുടെ എൻ്റർടൈൻമെൻറ്റ് നിങ്ങൾക്ക് വേണ്ടത്, അത് അവിടെ കാണുന്ന സമയത്ത് ഒരു ആസ്വാദനം കിട്ടുന്നു. ആ ഒരു ആസ്വാദനത്തിന് ശേഷം അതിൽ നിന്ന് അങ്ങ് ഇറങ്ങുക. 24 മണിക്കൂറും വെറുതെ എന്തിനാണ് ഫാൻ ഫൈറ്റിന് വേണ്ടി പോകുന്നത്? ഈ ടോക്സിക് ആർമി ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ ആരാണെന്ന് നിങ്ങൾക്കറിയോ? അവരൊക്കെ പൈസ വാങ്ങിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചിട്ടൊക്കെ വ്യക്തമായിട്ടുള്ള ഐഡിയ എനിക്കുണ്ട്. ഈ ടോക്സിക് ആർമി ഗ്രൂപ്പുകളുടെ, ടെലിഗ്രാം ഗ്രൂപ്പുകളുടെ, വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കുന്ന അഡ്മിന്മാർ അവർ നല്ല രീതിയിൽ പൈസ വാങ്ങിച്ചിട്ടുണ്ട്. PR വർക്ക് ഉണ്ട്. ഈ പല ആൾക്കാരും അങ്ങോട്ടേക്ക് പോകുന്നതിന് മുൻപ് ആരെങ്കിലുമൊക്കെ ഏൽപ്പിക്കും. അങ്ങനെ ഏൽപ്പിക്കുന്ന ആളുകൾക്ക് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പരിപാടി എന്ന് പറയുന്നത് ഇങ്ങനെ വാട്സപ്പ് അഡ്മിന്മാർക്ക് ചില്ലറ കൊടുക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇതിൽ അംഗങ്ങളാവുന്ന ആൾക്കാർ വിചാരിക്കുന്നത് എന്താണ്? ഞാൻ റോബിൻ്റെ, അഖിൽ മാരാറുടെ, ഫിറോസിൻ്റെ ഒഫീഷ്യൽ ഫാൻ ഗ്രൂപ്പിലെ അംഗമാണ്.
ശരിക്കും പറഞ്ഞാൽ പണം കൊടുക്കാതെ പ്രചാരണത്തിന് വേണ്ടി ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്ന പരിപാടിയാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങളെ റെസ്പെക്ട് ചെയ്ത് അങ്ങടേക്ക് കൊണ്ടുപോകുന്നൊന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അഡ്മിനായിട്ടിരിക്കുന്ന ആളായിരിക്കും ഏറ്റവും വലിയ നിഷ്പക്ഷൻ. കാരണം അയാൾ ഒരു PR ഏജൻസിയുടെ ഭാഗമായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പല കലാപരിപാടികളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലൊക്കെ പോയി തലവെക്കുന്ന സമയത്ത് നമ്മൾ മണ്ടനല്ല എന്നുള്ള ഒരു തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. എന്നെ അങ്ങനെ പറ്റിക്കാൻ പറ്റില്ലടാ, ഞാൻ എൻ്റെ സമയം വെറുതെ ഇങ്ങനെ PR വർക്കിന് തരത്തില്ല എന്നുള്ള ഒരു കോൺഫിഡൻസ്, എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് തന്നെ കൊടുക്കേണ്ടതുണ്ട്. മറ്റുള്ളവർ എന്തുമെന്ന് പറഞ്ഞോട്ടെ. ഇപ്പോൾ ബിഗ് ബോസ് സീസണൊക്കെ റിവ്യൂ ചെയ്യുന്ന സമയത്ത് തെറി കാര്യങ്ങളാണ്. അതിപ്പം മറ്റേ എൻ്റെ മെയിൻ ചാനലിൽ പൊളിറ്റിക്സ് കൈകാര്യം ചെയ്യുന്ന സമയത്തുള്ള തെറിയുടെ 4-1 പോലും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പല ആൾക്കാരും എന്നോട് പറഞ്ഞൊരു സംഗതിയുണ്ട്, ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന സമയത്ത് കട്ട ടോക്സിക് ഫാൻസ് വരും, ഭയങ്കര അലമ്പായിരിക്കും എന്നൊക്കെ ഉള്ളത്. ഞങ്ങളുടെ അണ്ണൻ, ഞങ്ങളുടെ ഹീറോനെ നീ വാളി എന്ന് വിളിച്ചില്ലടാ എന്ന് ചോദിച്ചൊരുതും തെറി വിളിക്കുന്നതാണോ? എൻ്റെ മെയിൻ ചാനലിൽ ചില ആൾക്കാർ വന്നിട്ട്, നീ ഹിന്ദുവിനെതിരെ പറഞ്ഞല്ലേ, നീ മുസ്ലിമിനെതിരെ പറഞ്ഞു, നിനക്ക് ക്രിസ്ത്യാനികളോട് ബഹുമാനമില്ല, നാളെ നീ വീടിന് വെളിയിൽ ഇറങ്ങുന്നതൊന്ന് കാണണം, നിന്റെ ശവം ഞങ്ങളിതിനെ പൊതപ്പിക്കൂടാ എന്ന് പറയുന്നതാണോ പേടിക്കേണ്ടത്? രണ്ടാമത്തെയാണ് പേടിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ തെറിവിളികളുടെ പരിപാടികൾ അത്ര ടോക്സിക് ആയിട്ട് എനിക്ക് തോന്നത്തില്ല. കാരണം 3 മാസത്തെ കേസേ ഉള്ളൂ. 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വേറെ വഴിക്ക് പോകുന്നു, ഇവർ വേറെ വഴിക്ക് പോകുന്നു, ഞാൻ വേറെ വഴിക്ക് പോകുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കാതിരിക്കുക. ഇപ്പോൾ റോബിൻ രാധാകൃഷ്ണൻ്റെ വീഡിയോസ് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് വന്ന സമയത്ത് അയാൾ തന്നെ അറിഞ്ഞുകൊണ്ട് അടിച്ചിറക്കുന്നതാണുള്ളത്, പുള്ളി 10 പേര് ശ്രദ്ധിക്കാൻ വേണ്ടി. എന്തൊക്കെ തരം വിറ്റുകളാണ് എനിക്കറിയത്തില്ല. എല്ലാ ബിഗ് ബോസ് വരുന്ന സമയത്തും ബിഗ് ബോസ് പോകുന്ന സമയത്തും ബിഗ് ബോസിന്റെ എന്തെങ്കിലും വാർത്ത കേൾക്കുന്ന സമയത്തും റോബിൻ രാധാകൃഷ്ണൻ അവിടെയൊക്കെ ഉണ്ട്. കുറ്റം പറയാനും പറ്റില്ല. റോബിന്റെ സീസൺ കഴിഞ്ഞപ്പോഴത്തേനാണ് ഞാനും അന്ന് ഈ പരിപാടി ഒന്ന് കണ്ടേക്കാം എന്നുള്ളൊരു പ്ലാനിലേക്ക് എത്തുന്നത്. സംഭവം എല്ലാം അടിപൊളിയാവട്ടെ, രസകരമായിട്ട് മുന്നോട്ടേക്ക് പോട്ടെ. റിലാക്സ്ഡ് ആയിട്ടുള്ള കുറച്ച് ദിവസങ്ങളാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് യൂട്യൂബിൽ നിന്ന് അത്ര വലിയ സന്തോഷകരമായിട്ടുള്ള അവസ്ഥ പലപ്പോഴും കിട്ടാറില്ല. അത്യാവശ്യം ടഫ് ടോപ്പിക്കൊക്കെയാണ്. അതിൽ നിന്നൊരു വലിയ റിലീഫാണിത്. വലിയ സന്തോഷം, എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, കാര്യമായിട്ട് തന്നെ എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. നാളെ തുടങ്ങിയേക്കാം, അടിപൊളിയായിട്ട് നാളെ തന്നെ പരിപാടി തുടങ്ങിയേക്കാം. ബൈ, ഗുഡ് നൈറ്റ്.